എല്ലാവരും സുവിശേഷകന്മാരാണ്, നിങ്ങളും ഞാനും എല്ലാം. ഈ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് നമ്മളെ രക്ഷിച്ച്. നമുക്ക് ലജ്ജയാ, നമുക്ക് മടിയാ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം? അവിടെയാണ് മറിയ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. യേശുവിൻ്റെ മാതാവായിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട മറിയ. പലരും ഈ മറിയയെ വളരെ മോശമായി സംസാരിക്കാറുണ്ട്. എനിക്കിഷ്ടമില്ല. നിങ്ങൾ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. മധ്യസ്ഥനൊന്നേ ഉള്ളൂ, യേശുവാണ്. അതിനൊരു സംശയവും വേണ്ട. പക്ഷേ ആ ജീവിതത്തെ അനുകരിക്കാം. ഓർത്ത് നോക്കിക്കോ, ഒരു കന്യ ഗർഭിണിയാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആ കാലത്ത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞെങ്കിൽ ഇത് അതിനേക്കാളും സീരിയസ് ഒരു ഒഫൻസാണ്. എന്നാലും ദൈവഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ യേശുവിനെ ഗർഭമാകാൻ തീരുമാനിച്ചു. ഗർഭിണിയായി പ്രസവിച്ചു. പ്രസവവും ഒന്നാണ്. ഷി ഡിഡ് നോട്ട് ഹൈഡ്. ആൻഡ് ഓൾ അലോങ് മുഴുവൻ നിങ്ങൾ 4 സുവിശേഷത്തിൽ നോക്കിക്കോ, ഒരു സ്ഥലത്ത് പോലും മറിയ ക്രെഡിറ്റ് എടുത്തില്ല. അതാ ഒരു സുവിശേഷകൻ, ഒരു ഇവാഞ്ചലിസ്റ്റ് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയ ഒരു മാതൃകയാണ് മാരി. എല്ലാ കാര്യങ്ങളിലും എൻ്റെ മകനാ കേട്ടോ എന്ന് പറഞ്ഞ് വന്നില്ല. നെവർ ടു ഗ്ലോറി. അവിടെ വീഞ്ഞു തീർന്നു, അവനോട് പോയി പറഞ്ഞു. അത്ഭുതം നടന്നപ്പോഴും മാറി അവസാനം സ്വന്തം പുത്രനെ ക്രൂശിക്കപ്പെടുന്നത് പോലെ കണ്ട the best person to follow as an evangelist, but she is not the mediator.